ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ആനയാണ് വരക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. തീരെ ഒന്നും വരക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഒരു റൗണ്ട് വരക്കുക. ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമ്മൾ ഈ ചിത്രം വരക്കുന്നതായിരിക്കും. ഒരു റൗണ്ട് ഏകദേശം HP പെൻസിലോ 2B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി താഴേക്ക് ഒരു ലൈൻ കൊടുക്കുക. വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ നമുക്ക് താഴേക്ക് വരച്ചെടുക്കാം. കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ വരക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒന്ന് ചെരിച്ച് ഒരു ഡയഗണൽ പോലെ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്യുക. അതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തും വരക്കണം. കണ്ടില്ലേ? ഇനി നമ്മൾ ആദ്യം ചെയ്ത വെർട്ടിക്കൽ ലൈനിലേക്ക് ഇത് കറക്റ്റ് ചെയ്തെടുക്കണം, കണക്ട് ചെയ്ത് വരക്കണം. ഇതേപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി ഈ ഒരു ഭാഗവും കറക്റ്റ് ചെയ്യാം. ആനയുടെ തുമ്പിക്കൈയാണ് ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ട് വരപ്പിച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അത് ആനയുടെ കണ്ണുകൾ വരുന്ന പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഐ ലെവലാണ്. ഇനി അവിടെ നിന്ന് താഴേക്ക് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിലേക്ക് ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് തിരിച്ചു വെച്ച ഈ ഒരു രീതിയിലേക്ക് വരക്കുക. മുഴുവൻ ഷേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിത്രം വരക്കുന്നത്. ഒന്ന് വരക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു ചിത്രം വരക്കാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് വരക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി താഴേക്ക് ആനയുടെ കാലുകളുടെ പോർഷനാണ്. അത് നമുക്കൊരു ചതുരത്തിൻ്റെ ബേസിൽ വരച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒരു റഫ് സ്കെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു റഫിൻ്റെ ബേസിൽ ആയിരിക്കും നമ്മളതിൻ്റെ പൂർണ്ണ രൂപം അവസാനം കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ചെയ്തെടുക്കുക. ബേസിക് ഷേപ്പുകളൊക്കെ തിരിച്ച് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് പിന്നീട് ഒരു സ്ട്രക്ചറാക്കി മാറ്റി അതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഔട്ട്ലൈൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ചിത്രങ്ങൾ വരക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി മേലെ ഒരു കർവ് പോലെ ഈ ഒരു ഷേപ്പിൽ ഒരു സെമി സർക്കിളിൻ്റെ ഷേപ്പിൽ ഒന്ന് വരക്കുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്കതിൻ്റെ ചെവിയുടെ പോർഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈനാണിത്, ഒരു ഗൈഡ് ലൈനാണ്. ഇനി നമുക്ക് ചെവിയുടെ പോർഷൻ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കതിനെ മാറ്റി വരയ്ക്കാം. ആദ്യം നമ്മളതിനെ ഒന്ന് റഫായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടില്ല? ഇങ്ങനെ നമുക്ക് ചെവിയുടെ പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ലൈനിലേക്ക്. അതേപോലെ ഇനി ഓപ്പോസിറ്റ് ഭാഗത്തും ചെയ്യണം. നല്ലപോലെ ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ചിത്രം വരക്കുന്ന സമയത്ത് ഏത് ചിത്രമായാലും അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയൊരു ചിത്രമാണെങ്കിൽ പോലും നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല ക്ഷമയോടുകൂടെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളെ കൊണ്ട് വരക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരു പോർഷനും നല്ലപോലെ നോക്കി കണക്ട് ചെയ്തെടുക്കുക. ഇതൊരു കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വരക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും ചിത്രം വരക്കാൻ പറ്റണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും ലളിതമാക്കി എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ലളിതമാക്കാൻ പറ്റുന്നോ അത്രത്തോളം ലളിതമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെവികൾ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ തുമ്പിക്കൈയുടെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് ആ തലയുടെ പോർഷൻ
അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വരച്ചെടുക്കണം. ഞാൻ വളരെ സാവധാനമാണ് ഞാൻ വരക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അത് വരക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി ഒരു പോർഷൻ മുകളിലേക്ക് ലെഫ്റ്റ് ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക. നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റഫ് സ്കെച്ചിൽ തന്നെ ഞാനതിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കണ്ണിൻ്റെ പോർഷൻ കണ്ടില്ല, അവിടെ ഞാൻ 2 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇത് നമുക്കതിൻ്റെ കൊമ്പിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. താഴേക്ക് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 2B പെൻസിലോ HB പെൻസിലോ ഉപയോഗിക്കാം ഔട്ട്ലൈൻ വരക്കാനായിട്ട്. അധികം കട്ടി തോന്നാത്ത ലൈറ്റ് ലൈൻസ് തരുന്ന പെൻസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഔട്ട്ലൈനൊക്കെ ചെയ്യാൻ, അത്യാവശ്യം വരച്ചു തുടങ്ങാൻ. ഇനി അനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. മുഴുവനായിട്ടും വായിക്കരുത്. അതിനൊരു ചെറിയൊരു ഐഡിയ അതിൽ കാണാനായിട്ട് കഴിയണം. ഇനി ഞാൻ ഒരു 4B പെൻസിൽ എടുത്ത് നല്ലപോലെ ഷാർപ്പൻ ചെയ്ത പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ഐഡിയേൻ്റെ, അതായത് നമ്മൾ ആദ്യം ചെയ്ത റഫ് സ്കെച്ചിൻ്റെ ബേസിലാണ് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ആ ഒരു ഐഡിയ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റും. എവിടം തൊട്ട് എവിടം വരെയാണ് അതിൻ്റെ ഓരോ ഭാഗത്തെ അളവുകളൊക്കെ ഇരിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്, പ്രപ്പോർഷൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നമുക്ക് ഔട്ട്ലൈൻ വരക്കാൻ കഴിയുന്നതായിരിക്കും. ഞാനിപ്പോൾ വളരെ സാവധാനം നമ്മൾ ആദ്യം ചെയ്ത അടയാളങ്ങളൊക്കെ നോക്കി വരച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ തുമ്പിക്കൈയുടെ പോർഷൻ. ഇനി കൊമ്പ് വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നുണ്ട്. കണ്ടില്ല? ആദ്യം ചെയ്ത ആ ഒരു ഹെൽപ്പ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ മേലെ വരക്കുന്നത്. ഇനി ആ ചെവിയുടെ പോർഷൻ നോക്കിക്കോ. നമ്മൾ ആദ്യം ചെയ്ത റഫായിട്ടുള്ള ഒരു ചെറിയൊരു അടയാളം അവിടെയുണ്ട്. അതിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ ചെവിയുടെ പോർഷൻ അതിൻ്റെ യഥാർത്ഥ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങോട്ടേക്ക് വളച്ചെടുക്കണം, അതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെ നോക്കി വരയ്ക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആദ്യം നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള ഷേപ്പുകളാക്കി തിരിച്ച്, ഇല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ളൊരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ എക്സാക്റ്റ് രൂപം വരയ്ക്കാൻ. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആബ്സല്യൂട്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ അതിൻ്റെ ഇടത്തെ ഭാഗത്തെ ചെവിയും കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ കാലുകളുടെ പോർഷൻ വരച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത ഒരു ദീർഘ ചതുരത്തിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു അടയാളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റഫ് സ്കെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ ബേസിലാണ് നമ്മൾ കാലുകൾ വരക്കുന്നത്. കണ്ടില്ലേ? ഒരു ഭാഗത്തെ കാല് മാർക്ക് ചെയ്തു. ഇനി വലത്തെ ഭാഗത്തെ കാലുകളുടെ പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. വളരെ സ്പീഡ് കുറച്ച് സാവധാനം ഇതിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. കണ്ടില്ലേ? ആ ഒരു ദീർഘചതുരത്തെ ചെറിയൊരു രീതിയിലൊന്ന് മാറ്റിയെന്ന് മാത്രം. അതിൻ്റെ പ്രപ്പോർഷനിലൊന്നും അധികം മാറ്റമൊന്നും വന്നിട്ടില്ല. എവിടെ തുടങ്ങണം, എവിടെ എൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് നമ്മൾ ഷേപ്പിനെ കൺവേർട്ട് ചെയ്യുന്നത്.
ഇനി അതിൻ്റെ കാലുകളുടെ പോർഷൻ കണ്ടില്ല, കാലിൻ്റെ ഷേപ്പ് നോക്കി വരച്ചെടുക്കുന്നുണ്ട്. തൊട്ടടുത്ത കാലിൻ്റെ ഷേപ്പ് നോക്കി കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വരക്കുക. നമുക്കതിൻ്റെ കണ്ണിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ചിത്രത്തിൽ ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കുന്നില്ല, കൂടുതൽ ഷെയ്ഡിങ്ങോ ഡീറ്റെയിലിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെ ഒരു ഔട്ട്ലൈൻ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വരച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനതിൻ്റെ തുമ്പിക്കൈയുടെ ഒരടയാളം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ചെവിയുടെ പോർഷനിലും നമുക്കൊന്ന് വരച്ചെടുക്കാം. 3 ലൈൻസ് ആയിട്ട് നമുക്കൊന്ന് ചെയ്താൽ മതിയാവും. ഇനി ആനയുടെ കാലിലെ നഖം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അത് എല്ലാം ഒന്നും കാണില്ല, നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. ആനയ്ക്ക് 18 നഖങ്ങളോ മറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ പുറം ഭാഗം നമുക്കൊന്ന് ആ ഒരു കാലിനോട് ചേർത്ത് ഒരു 2 പോയിൻ്റ് പുറത്തേക്ക് വരച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ ഒന്ന് കറക്റ്റ് എടുക്കാം. അപ്പോൾ ഒരു ആനയുടെ ഒരു കറക്റ്റ് എക്സാക്റ്റ് രൂപം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തൊട്ട് ഓപ്പോസിറ്റ് ഭാഗത്തും ചെയ്യണം. സാവധാനം വരച്ചാൽ മതിയാകും. ഈ ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് പുറത്തേക്ക് ഈ ഒരു ഷേപ്പ് അനുസരിച്ച് മേലേക്ക് വരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആനയുടെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമ്മളൊരു ആനയെ നോക്കി കാണുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് കഴിയുക. ഇനി അതിൽ ഷെയ്ഡിങ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല, എന്നാലും നമുക്കതിൻ്റെ ഡീറ്റെയിലിങ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ജസ്റ്റ് ഒരു ലൈൻസ് മാത്രം കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ചിത്രം വരക്കാവുന്നതാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്നതായിരിക്കും. സോ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. ബൈ.